അപ്പം നമ്മൾ പാകിസ്ഥാൻ സ്റ്റൈൽ ചിക്കൻ കരാഹയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വാ, അപ്പോൾ നമ്മൾ ആദ്യം ചട്ടി വെച്ചിട്ട് ഓയിൽ ഒഴിക്കണം ചട്ടിക്കകത്തോട്ട്. എന്നിട്ട് നമ്മൾ കഴുകി മഞ്ഞപ്പൊടിയൊക്കെ വെച്ച് കഴുകി സെറ്റാക്കിയ ചിക്കൻ നമ്മൾ ഓയിലിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. കാര്യം നമ്മളിനി വീണ്ടും ഇതിനകത്ത് മഞ്ഞപ്പൊടി ചേർക്കത്തില്ല, അതുകൊണ്ട്. എന്നിട്ട് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണേ. എന്താണെന്നറിയത്തില്ല, ഫുഡ് ഉണ്ടാക്കുന്നതിന് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് വേറൊരു മസാല നമുക്ക് ചെയ്യണം. അതിന് നമ്മൾ 2 തക്കാളി എടുത്ത് ജാറിനകത്തിട്ട് വരിഞ്ഞ്, എന്നിട്ട് 2 പച്ചമുളക് എടുത്തു, എന്നിട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചതെടുത്തു. എന്നിട്ട് പിന്നെന്താണ്, പിന്നെ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ വേണം, അതുകൂടെ ജാറിനകത്തോട്ട് ഇട്ടു. പിന്നെ അടുത്ത നമുക്ക് കുറച്ച് ഇറച്ചി മസാല, മീറ്റ് മസാലയും കൂടെ വേണേ. അത് നമ്മുടെ ആവശ്യത്തിന് മതി. എന്നിട്ട് നമുക്ക് കുറച്ച്, അതായത് ഒരു നാരങ്ങയുടെ പകുതി നാരങ്ങയും കൂടെ വേണം. എന്നിട്ട് നല്ലതായിട്ട് അങ്ങോട്ട് പിഴിയുക. എന്നിട്ട് പിന്നെ മെയിൻ ഒരു സാധനമുണ്ട്, അതാണ് നമ്മുടെ ഉപ്പ് പൊടി. അതും ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് എല്ലാം കൂടെ ഒന്ന് അടിച്ചെടുക്കണം. എന്നിട്ടൊരു പേസ്റ്റ് പരുവത്തിനകത്തോട്ട് അടിച്ചെടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ അടിച്ച് മാറ്റുക. എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂടെ ഇതങ്ങൾ അടിച്ചെടുത്തിട്ടുണ്ട്, അത് നമ്മൾ ആ ചിക്കനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ചകാന്ന് പറഞ്ഞ് മിക്സ് ചെയ്യുക. മിക്സിങ് നല്ലതായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അതവിടെ നടക്കട്ടെ. എന്നിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഒരു ആവശ്യത്തിന് കുരുമുളക് പൊടി, എനിക്ക് ഇച്ചിരി ഏറെ വേണം, ഞാനതോട് ഇച്ചിരി ഇടുന്നുണ്ട്. അത് ആ സ്പൂണിന് പറ്റിയ മതി. ഞാൻ 1 കിലോ ചിക്കനാണ് മേടിച്ചത്, പക്ഷേ അത് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ആവശ്യത്തിനായിട്ടുള്ള ഇത് ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള രീതി ചെയ്താൽ മതി നിങ്ങൾ. എന്നിട്ട് 2 കറിവേപ്പില എടുത്തു, അതും ഇട്ടു. എന്നിട്ട് എല്ലാ ആവശ്യത്തിനും ഇടാവുള്ളൂ, എല്ലാത്തിൻ്റെ അളവ് നോക്കണം. എന്നിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ മണ്ടയ്ക്ക് ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ട്, കുറച്ച് മണം അടിക്കാൻ വേണ്ടി. എന്നിട്ട് അതെല്ലാം കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ചൊരു 5-10 മിനിറ്റ് കൂടെ ഒന്ന് വെച്ച് ഒന്ന് അടച്ച് വേവിക്കുക, ഒന്ന് തിളയ്ക്കണം. അതേണ്ട മക്കളെ, ഇതാണ് നമ്മുടെ ചിക്കൻ കരാഹ പാകിസ്ഥാനി സ്റ്റൈൽ. ഒന്ന് ടേസ്റ്റ് ചെയ്യണ്ട ഇനി. അതേണ്ട വന്നേ. എനിക്കൊന്നും സഹിക്കാൻ പറ്റത്തില്ല. എന്താണെന്ന് അറിയത്തില്ല, ചിക്കനോട് ഭയങ്കര അവസ്ഥയാണ്. എന്നിട്ട് എൻ്റെ പൊന്നോ, പൊറോട്ട എടുക്കുക തിന്ന് എൻ്റെ പൊന്നോ. എന്താ മക്കളെ, പൊളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളി, സൂപ്പർ സാധനം. മസ്റ്റ് ട്രൈ ആകട്ടെ. എന്തായാലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. അല്ലാതെ ഞാൻ എന്ത് പറയണ, കാലൊക്കെ കണ്ട് ചിക്കൻ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്, ഒരു രക്ഷയില്ല. കിട്ടിയില്ല സാധനം എന്ന് പറഞ്ഞാൽ കിട്ടിയില്ല സാധനം. എപ്പോഴേലും ഒന്ന് വെച്ച് നോക്ക്, എളുപ്പം പരിപാടി, 5 മിനിറ്റ് കൊണ്ട് സാധനം റെഡി. അപ്പോൾ എന്തായാലും നിങ്ങൾ നമ്മുടെ ചാനലും സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനലൊന്ന് സബ് ചെയ്യണം, നോട്ടിഫിക്കേഷൻ ഒന്ന് ഓണാക്കി വെച്ചേക്കണേ. അപ്പോൾ നമ്മളെന്തായാലും ബെൽ ബട്ടൺ ഓൺ ആക്കണം, അപ്പോഴാണ് നമ്മുടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.